നിക്ക് സ്ക്രോൾ ചെയ്ത് പോവല്ലേ. കാരണം എന്താണെന്നറിയോ, ജസ്ന ഇന്നും കൂടിയേ ഉള്ളൂ, നാളെ ജസ്ന ഇല്ല. കാരണം എന്താ വെച്ചാല് എൻ്റെ വീടിന്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടേ. ഞാൻ അങ്ങ് അയച്ചും കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ കയറി ചെയ്യൂന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ആ ചെയ്യുന്ന ആ ചേച്ചിയുടെ കുറച്ച് വോയിസും ആ ചേച്ചിക്ക് കുറച്ച് മറുപടിയും കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ റഫായിട്ട് സംസാരിക്കാതിരുന്നത് നമുക്കൊരു മാന്യതയും മര്യാദയും ഉണ്ട്, അത് ഞാൻ കീപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം അതിനുള്ളൊരു മറുപടി ചേച്ചിക്ക് നല്ല വൃത്തിക്ക് കൊടുക്കണമെന്ന് എനിക്കൊരു നിർബന്ധം. അതുകൊണ്ട് നമുക്ക് ആ ചേച്ചി വിളിച്ചതാദ്യം അവിടുന്ന് തൊട്ടേ തുടങ്ങാം. വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്, ഒന്ന് ക്ഷമിച്ചേക്കുക. പക്ഷേ സ്ക്രോൾ ചെയ്യാതെ കാണുക. ചേച്ചിക്ക് പറയാനുള്ളതും ഞാൻ പറഞ്ഞതും എനിക്കിനി എന്താ പറയാനുള്ളതും ഒക്കെ നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ? കേൾപ്പിച്ചു തരാം, വെയിറ്റ് മാടൂ. ഹലോ ഹലോ, അതെ, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചോ. എന്താണാവോ? പ്രിയയ്ക്ക് പകരം ഞാൻ വന്നാൽ മതി ഇവിടെ അങ്ങോട്ട് കൊയിലാട്ടിലോട്ട്, എന്റെ വീട്ടിലോട്ട്. എന്തിന്? എന്റെ വാപ്പാനെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാന്? കേട്ടോ, പ്രിയക്ക് പകരം അവള് വന്നാ മതിയോ എൻ്റെ വീട്ടിലോട്ട് എന്ന് വെച്ചാല് പ്രിയ എന്ന് പറയുന്ന സ്ത്രീ ഹിജാബ് ഇട്ടിട്ട് എന്ന് വെച്ചാൽ ബുർക്ക ഇട്ടിട്ട് എൻ്റെ നാട്ടിൽ വന്നിട്ട് എന്നെക്കുറിച്ച് അന്വേഷിച്ച് അത് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സംബന്ധിച്ച് ഞാനൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ ആള് പട്ടി മോങ്ങും പോലെ മോങ്ങി ഞാൻ വീഡിയോ ചെയ്ത് ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ ചാപിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പട്ടി മോങ്ങും പോലെ മോങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് ഈ അമ്മശ്ക്ക് വന്നാൽ മതിയോ എന്ന്. ഈ അമ്മശ്ക്ക് നിസാര അമ്മശ്ക്ക് അല്ല കേട്ടോ, വലിയ പുള്ളിയാ. അങ്ങ് എന്താ പറയാ, അംബാനിയേക്കാൾ മേലെ വലിയ പുള്ളിയായിരുന്നു ഈ അമ്മച്ചി. അത് എന്തുകൊണ്ടാന്നുള്ളത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തന്നെ കേൾപ്പിച്ചു തരാം. ബാക്കിയോട് കേൾക്കാം നമ്മള്. എന്റെ കാരണം അവള് തല്ലും പോലും. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കേ, തല്ലുന്നതിനൊന്നും കുഴപ്പമില്ല, വീട്ടിൽ പറഞ്ഞിട്ട് വരണം എന്നുള്ളത്. കാരണം എൻ്റെ വീട്ടിൽ കയറി തല്ലിയിട്ട് അവളങ്ങനെ നിസ്സാരമായിട്ട് പോകുന്നു. അത്രക്ക് കോൺഫിഡൻ്റ് ഉള്ളവളാണെങ്കിൽ ഓളോട് വരാൻ ഞാൻ വെല്ലുവിളിച്ചതാ. ഇത്രയും നേരമായിട്ട് അവള് വന്നില്ല. ഇനി നാളെ വരികയായിരിക്കും. നാളെ ഒരു ദിവസത്തോട് നമ്മൾ കാത്തു നിന്ന് നോക്കല്ലേ. ലൊക്കേഷൻ ഞാൻ നിനക്ക് അത്രക്ക് ഗഡ്സ് ഉണ്ടെങ്കിൽ നീ നല്ല തന്തക്ക് പറഞ്ഞോളാണ്. ലൊക്കേഷൻ ഞാൻ പാസ് ചെയ്തരാം. ഞാൻ വരാവിടെ വന്ന് കാണിക്കാവിടെ. എന്തോ നീ അടുത്തൊന്ന് കാണിക്കടി. ആയിക്കോട്ടെ. ചൂലും ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ട് ഏച്ചിയേ. നിങ്ങളെ വീട്ടിൽ മാത്രല്ല നമ്മളെ വീട്ടിലും ഉണ്ട് ഏച്ചിയേ ചൂല്. നിങ്ങളെ ഭർത്താവിനെ ചൂലേ എന്ന് വിളിക്കുമ്പോൾ നമ്മളെ കയറിയിട്ട് ചൂലേ എന്ന് വിളിച്ചിട്ട് കാര്യമല്ല ഏച്ചിയേ, കേട്ടോ. ചൂല് വീട്ടിലുണ്ടാവില്ല, മുട്ടടിച്ചു വരുന്നേ. അത് നിന്റെ തന്തയാണല്ലോ, അതെന്തായാലും ഇവിടെ ഇല്ല. സത്യമായിരിക്കും. ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയുടെ തന്ത ഉണ്ടാവൂല, ചേച്ചിയുടെ കെട്ടിയോനായിരിക്കും ചൂലായിട്ടുണ്ടാവുക. കാരണം മൂപ്പരായിരിക്കും വീട്ടിലുള്ള ജോലിയൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ കെട്ടിയോനെ ഉദ്ദേശിച്ച് പറയുന്നതിനെക്കാട്ടിലും തന്തനെ ഉദ്ദേശിച്ച് പറയുമ്പോ അത് ബുദ്ധിമുട്ടാവുമല്ലേ ചേച്ചിക്ക്? നീയല്ലേ? അതെയോ? ഇത് വേണമെങ്കിൽ നീ പോസ്റ്റ് ചെയ്യ്, എനിക്കൊരു ചുക്കും ഇല്ല. ഉണ്ടാവൂല. ഞാൻ ചെയ്തോളാം. മോളെ ആയിക്കോട്ടെ ചേച്ചി. ഈ മൈലാഞ്ചി മോളെ എന്ന് പറയുമ്പോ ഏത് മൈലാഞ്ചിയാണ്? ബിഗ് ബി ഉണ്ട്, പിന്നെ അറേബ്യൻ റെഡ് ഉണ്ട്, നല്ല സാധാ നാടൻ മൈലാഞ്ചി ഉണ്ട്. ഇതിൽ ഏത് മൈലാഞ്ചിയാണ് ചേച്ചി ഉദ്ദേശിച്ചതെന്നും കൂടി ഒന്ന് പറഞ്ഞു തരണേ ചേച്ചി. ഇതിന്റെ താഴെ വന്ന് കമന്റ് ഇട്ടാലും മതിയേ. വീരവാദം അടിക്കുന്നു. നീ കരയാൻ പോകുന്നതേ ഉള്ളടി. ഞങ്ങള് അത്രയ്ക്ക് തെമ്മാടിത്തരോ ഗുരുവായൂർ ഏറി നീ കാണിച്ചിട്ടുള്ളത് അല്ലടി. എടി ഞാൻ ഇന്നും പോയിട്ടുണ്ടെടി ഗുരുവായൂര്. ഞാൻ ഗുരുവായൂർ പോയിട്ട് ദേ ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ. എൻ്റെ അക്കൗണ്ട് എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയടി, ജസ്റ്റ് ഞങ്ങൾക്ക് ഇപ്പോഴും ഗുരുവായൂർ പോകുന്നതിന് ഒരു തടസ്സവും ഇല്ല. അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്ന സ്ഥലം വരെ ഏത് മതസ്ഥർക്കും പോവാം. അത് ജസ്റ്റ് സലീം എന്നില്ല, ആർക്കും പോവാടി. ഞാൻ ഇനിയും പോവും. നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യ്. നിന്റെ കയ്യിൽ ഗ്ലിസറിൻ കുറേ ഉണ്ട്.
എന്റെ കയ്യിൽ എന്തിനാടി ഗ്ലിസറിന്? അല്ല, ഞാൻ കരയും കുറേന്ന് പറഞ്ഞല്ലോ, എനിക്കൊക്കെ ഗ്ലിസറിൻ വേണേ കരയാന്. അത് നിനക്ക് തങ്കത്ത് കൊള്ളേണ്ട രീതിയിൽ കൊണ്ട് കഴിയുമ്പോ നീ കരയുമല്ലോ. അതന്നെയാണ് മോളെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. നിന്റെ ചങ്കത്ത് ഇവിടെ വന്നാൽ കത്തി കയറുന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം നിലവിളിച്ചിറങ്ങി ഓടാൻ പോലും നിനക്ക് ഒഴിവില്ലാത്ത രീതിയിൽ പൂട്ടും മോളെ ഞാൻ. അതും വെറും പൂട്ടല്ല, മണിച്ചിത്രത്തായിട്ട് പൂട്ടടി ഞാൻ, കേട്ടോ. നീ ഗഡ്സ് ഉള്ളോളാണെങ്കിൽ വാടി എൻ്റെ വീട്ടിലോട്ട്. ലൊക്കേഷൻ ഞാൻ പാസ് ചെയ്ത് തരാം. അവിടെയല്ലേ ഗഡ്സ് കാണിക്കേണ്ടത്. അല്ലാതെ നീ എന്താ വിചാരിച്ച സാധാ പെണ്ണുങ്ങളെ പോലെ ആണോ ഞാൻ? അത് അല്ല, നീ വെറൈറ്റി ആണെന്നുള്ള എനിക്ക് മനസ്സിലായി. വെറൈറ്റി ആണ്. പത്തനംതിട്ടക്കാരെ നിനക്ക് ശരിക്കും അറിയത്തില്ലടി ചൂടെ. എടി പത്തനംതിട്ടക്കാരെ നിനക്ക് ശരിക്കും അറിയില്ലടി ചൂലേ എന്ന് പറയാൻ. നിന്റെ വിചാരം പത്തനംതിട്ടക്കാരത്രക്ക് മോശക്കാരാണെന്നാണ്? എന്നാ നിനക്ക് തെറ്റിയടി. പത്തനംതിട്ട ജില്ലയിൽ അത്രയും നല്ല മനുഷ്യരാണുള്ളത്. നിന്നെ പോലെയുള്ള ചൂലുകളല്ല അവിടെ ഉള്ളത്. അവർ നല്ല എന്താ പറയുക, മനുഷ്യരെ റെസ്പെക്റ്റ് ചെയ്യാനും മതത്തെ തമ്മിൽ തെറ്റിക്കാതിരിക്കാൻ നടക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അല്ലാതെ നിന്നെ പോലെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ആൾക്കാരല്ല പത്തനംതിട്ട ജില്ലയിലുള്ളത്. അതും കൂടി ഒന്ന് അറിഞ്ഞിരുന്നാൽ നിനക്ക് കൊള്ളാം. കാരണം ഒരുപാട് പത്തനംതിട്ട ഉളനാട് അമ്പലത്തിലൊക്കെ പോയ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം പത്തനംതിട്ട ജില്ലക്കാരെങ്ങനെയാണ് എന്നുള്ളത്. ആണോടാ ചൂലേ? അങ്ങനെ മൈരേ തന്തയ്ക്ക് പറക്കാത്തവള്, ഒറ്റ തന്തയ്ക്ക് പറക്കാത്തവള്. ആണോ? എന്റെ ഉമ്മാന്റെ കൂടെ നീയായിരുന്നു ഉണ്ടായിരുന്നത്. ഒറ്റ തന്തയാണോ ഇരട്ട തന്തയാണോ എന്ന് നോക്കാന്. കേട്ടോ, എൻ്റെ ഉമ്മയുടെ കൂടെ ഈ സ്ത്രീ ആയിരുന്നു ഉള്ളത്. എൻ്റെ ഞാൻ ഒറ്റ തന്തക്ക് പറഞ്ഞതല്ല എന്ന് ഈ സ്ത്രീ പറയുന്നത്. കാരണം എൻ്റെ ഉമ്മാന്റെ കൂടെ ഈ സ്ത്രീ ആയിരുന്നോലും ഉണ്ടായിരുന്നുള്ളത്. അപ്പൊ ഈ സ്ത്രീയുടെ നിലവാരം എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ സ്ത്രീ ഒരു വ്യഭിചരിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളത് ഈ സ്ത്രീ തന്നെ പറയുന്നത് കേട്ടില്ലേ? ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. എന്താ അപ്പൊ ഈറ്റിന് പോകുന്ന പരിപാടി ഉണ്ടല്ലേ, പേത്തി പ്രസവം എടുക്കാന്? അപ്പൊ ഈറ്റ് തള്ളയാണ്. ഈ ഈറ്റ് തള്ള എൻ്റെ പ്രസവവും എടുത്തിട്ടുണ്ട്, എൻ്റെ ഉമ്മയുടെ പ്രസവവും എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഈറ്റ് തള്ളക്ക് എത്രത്തോളം വയസ്സുണ്ടാവും ഇല്ലേ? നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അത്രമേൽ വയസ്സുള്ള ഒരു വയസ്സെത്തിയാണ് ഈ സംസാരിക്കുന്നത്. ഈറ്റിന് പോകുക എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട പരിപാടിയൊന്നും അല്ല. ഇപ്പം എന്ന് വെച്ചാൽ ഹോം നേഴ്സ് എന്ന് പറയും, അന്നൊക്കെ നമ്മൾ ഈറ്റിന് പോകുക എന്ന് പറയും. അപ്പോൾ ഇവക്ക് ഡെലിവറി എടുക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ പ്രസവം എടുത്തത് ഇവളാട്ടോ. പോരാത്തതിന് എൻ്റെ പ്രസവം എടുത്തതും ഇവളാണ്. ഭയങ്കര സന്തോഷം ആളെ ഒന്ന് വിളിച്ച് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയതിൽ. എടുക്കാറുണ്ട്. നിന്റെ പ്രസവം ഞാൻ എന്റെ എടുത്തത്. അപ്പൊ തന്നെ എനിക്കറിയാം. ആണോ? അയ്യോ, എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആന്റീനെ ഒന്ന് കാണാൻ പറ്റുമോ? ആന്റി അല്ലടി ജോസേ, നീ അല്ലടി അമ്മച്ചി. എൻ്റെ ഉമ്മയുടെ പ്രസവവും എൻ്റെ പ്രസവവും എടുത്തൊരു വ്യക്തി ആന്റി അല്ലോ അല്ലെ. ഇപ്പയും 16-കാരിയാണോ അല്ലെ? എന്തല്ലേ പറയുന്നത്? ഓഹ്, അങ്ങനെ എങ്ങാനായാൽ മതിയായി. ഈ 16-കാരി തേക്കുന്ന സോപ്പ് ഏതാന്ന് അറിയാഞ്ഞിട്ടാ. അല്ലെ അത് മേടിച്ച് നമുക്കൂടി ഒന്ന് തേച്ച് നോക്കായിരുന്നു. കാരണം എൻ്റെ ഉമ്മയുടെ പ്രസവം എടുത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ സിസ്റ്ററിന് 40 വയസ്സായി. പിന്നെ എൻ്റെ പ്രസവം എടുത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ മകന് 15 വയസ്സായി. അപ്പം തന്നെ ആയി 55 വയസ്സ്. ഒരു 25-ാം വയസ്സിലെങ്കിലും ഈ സ്ത്രീ പ്രസവം എടുക്കാൻ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പങ്ങളൊന്ന് കൂട്ടി നോക്ക്. 90 വയസ്സായ ഒരു സ്ത്രീനെ ആന്റിയെന്ന് വിളിച്ചപ്പോൾ പൊള്ളി. നമുക്ക് എന്നാ 16-കാരിയെ നോക്കാം, അതല്ലേ ഏറ്റവും നല്ലത്. ഞാനമ്മയാ, 2 കുട്ടികളുടെ അമ്മയാണ്. ഞാനും 2 കുട്ടികളുടെ അമ്മയാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ 2 കുട്ടികളെ അമ്മേനെ ആന്റി എന്നൊക്കെ വിളിക്കും. നിനക്ക് 19 വയസ്സുണ്ട്, എനിക്ക് അത്ര ഇല്ല. അത് 10-50 വയസ്സ് എന്ന് പറയുന്ന നാളെ നിനക്കും വരാവുന്നതേ ഉള്ളൂടേ. അതെനിക്ക് വന്നോളും. എനിക്ക് വരുമ്പോ അന്നേരം എന്നെ അവര് വിളിക്കുന്നവര് വിളിച്ചോട്ടെ. അത് നീ വിളിക്കേണ്ട കാര്യമില്ല. നീ ഇപ്പൊ ഇങ്ങോട്ടല്ലേടി വിളിച്ചത്, ഞാൻ നിന്നെ അങ്ങോട്ടല്ലല്ലോ. വിളിച്ച കാര്യമില്ല. പറയുന്ന കേൾക്കാനുള്ള ബോധം പോലും ഇല്ല. നേരെ 10 വാക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല. എന്റെ കൊണക്കുന്നു. ഞാൻ വന്ന് കാണിക്കാം. നീ ഡേറ്റ് സഹിതം അങ്ങോട്ടോ ഇട്ടതാ ഈ വാട്സപ്പില്. നീ വാട്സപ്പില് ഹായ് അയക്കി. ഞാൻ ഡേറ്റ് സഹിതം ലൊക്കേഷൻ സഹിതം ഇട്ട് കൊടുത്തിട്ട് ഈ സമയം വരെ ആയിട്ട് തള്ളച്ചി വന്നിട്ടില്ല. പേടി. ഫോണിൽ കൂടെ ഡയലോഗ് അടിക്കാൻ ആർക്കും പറ്റും തള്ളേ. നിനക്ക് നല്ല, എനിക്കും പറ്റും ഫോണിൽ കൂടി ഡയലോഗ് അടിക്കാൻ. പക്ഷെ നേരിട്ട് വന്നിട്ടേ ചങ്കുറപ്പോട് കൂടെ നേരെ നിൽക്കാൻ നിനക്കല്ല നിന്റെ തന്ത വിചാരിച്ചാലും നടക്കൂല. പിന്നെ ഇംഗ്ലീഷ് എനിക്ക് പറയാൻ അറിയില്ല എന്ന്.
ഞാനേ കേരളത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. മാതൃഭാഷ ഞങ്ങളുടേത് മലയാളമാണ്. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നതിൽ എനിക്കൊരു വിഷമോ ഇല്ലടി മോളെ, ഡേഷിൻ്റെ മോളെ. കാരണം എന്താണെന്നറിയോ, ബ്രിട്ടീഷുകാർ വന്നെങ്ങാൻ ഇവിടെ ഇംഗ്ലീഷ് ഉണ്ടാക്കിങ്ങാൻ മലയാളം പറയാൻ, എനിക്ക് മലയാളം കുറച്ച് സംസാരിക്കാൻ അറിയാം എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് എൻ്റെ ഈ അച്ചടി ഭാഷ മലയാളം തന്നെയാണ് കേട്ടോ. അതിൽ എനിക്കൊരു നാണക്കേടും തോന്നിയിട്ടില്ല. നിനക്ക് നാണക്കേട് തോന്നുന്നുണ്ട്, നീ എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് പോഴടി, അതല്ലേടി ചെയ്യണ്ടേ. ഇപ്പൊ തന്നെ ലൊക്കേഷൻ പോസ്റ്റ് ചെയ്യാം. നീ നിന്റെ സൗകര്യം പോലെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തന്നേക്കെ. വരുമ്പോ വീട്ടിലുള്ള പോലെ അറിയിച്ചിട്ട് വരണേ. അതൊന്നും നീ പറയണ്ട മോളെ. കാരണം മൂപ്പത്തിക്ക് തന്നെ അറിയാം, മൂപ്പത്തി വന്നാലും മൂപ്പത്തിയുടെ ശവം ഞാൻ എടുക്കും എന്നുള്ളത്. എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ തല്ലാൻ തക്കത്ത ധൈര്യമുള്ള ഒരുത്തനെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ. അത് ഈ തള്ളാന്നില്ല, പ്രിയാന്നില്ല, ആര് തന്നെയാണെങ്കിലും വരട്ടെ. പക്ഷെ ശവം എടുക്കാൻ അത് നിങ്ങൾ ആരെങ്കിലും വിളിക്കേണ്ടി വരും. അത് ഞാൻ എടുക്കൂല കേട്ടോ. എന്നെ കൊണ്ട് പറ്റൂല. നീ നിനക്ക് എൻ്റെ വീട്ടിൽ വരണം എന്നല്ലേ ഉള്ളൂ. അതിനുള്ള വന്നാ നീ മാത്രം മതി, ബാക്കിയൊക്കെ നമ്മൾ. നിനക്ക് പാല് ഒഴിച്ച് ചായ തന്നെ. ചായ വേണോ മോനെ, കാപ്പി വേണോ? പാല് കൊടുക്കല്ലേ, പാലും വെള്ളം ആയിക്കോട്ടെ. പാല് വെള്ളം തന്നെ ഞങ്ങൾ കലക്കി തരാം കേട്ടോ. ബൂസ്റ്റോ മോനുണ്ടല്ലോ, ആ ഡാഷ് മോനോട് പറ കാപ്പിക്ക് പകരം കഞ്ചാവ് കലക്കി അടിച്ചങ്ങോട്ട് അണ്ണാക്കി കേട്ടാൻ കേട്ടോ. എൻ്റെ മോനോട് കഞ്ചാവ് കലക്കിയിട്ട് അണ്ണാക്കിൽ ഒഴിക്കാൻ പറഞ്ഞത്. കാരണം ഇത് എന്തുവാന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ മക്കൾക്ക് കഞ്ചാവ് കലക്കിയിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ പെട്ടെന്ന് ഈ മക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ കുട്ടികളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്തുപോയി. അന്നപ്പോൾ ഈ കുട്ടികൾക്ക് ഈ സ്ത്രീ കഞ്ചാവാണല്ലോ കലക്കി കൊടുക്കല്. അതേപോലെ എൻ്റെ മക്കൾക്കും കഞ്ചാവ് ഒന്ന് കലക്കി കൊടുക്കുക എന്നും അറിയാതെ നാവിന്ന് വീണു പോയതാ തള്ളച്ചിനോട്. തള്ളയുടെ വീട്ടിൽ നിന്ന് തള്ളയുടെ കുടുംബക്കാരോട് സംസാരിക്കും പോലെ എന്നെ വിളിച്ച് സംസാരിച്ചു പോയതാണ്. അതാണ് സത്യാവസ്ഥ. അപ്പൊ ബാക്കിയൂടെ ഒന്ന് കേട്ടേക്കല്ലേ. കള്ളു കുടിച്ച് വരുന്നവർക്ക് കൊടുക്കാലേ, ഫിറ്റ് ഇറങ്ങട്ടെ. എന്നോട് നിന്റെ ഫിറ്റ് ഇറങ്ങാൻ വേണ്ടിട്ട് ഇത്തിരി തൈ മോരും വെള്ളം കുടിക്കാൻ അതമ്മ പറയാം. നിനക്കൊരു എന്റെ മക്കളെ നീ മൈരെ പേശേ എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ പൊന്നും മോളെ. അപ്പൊ നിന്റെ മക്കളാരാ? നീ നിന്റെ മക്കളെ വിളിച്ചിട്ടുള്ള ശീലം എൻ്റെ മക്കളെ വിളിക്കാൻ നിൽക്കരുത്. ഞാൻ അന്നപ്പം നിനക്ക് മറുപടി തരാതിരുന്നത് നീ എത്രത്തോളം പോവും എന്നുള്ളത് എനിക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നീ നിന്റെ വീട്ടിൽ നിന്റെ ഭർത്താവിനോടും നിന്റെ മക്കളോടും നിന്റെ അമ്മയോടും പെരുമാറും പോലെ ജസ്നനെ വിളിച്ച് പെരുമാറാൻ നിന്നാൽ അത് നല്ലതിനല്ല കൊച്ചേ. നിനക്കുള്ള പണി വേറെ വരുന്നുണ്ട്, അത് അവിടെ കിടക്കട്ടെ. ആദ്യം നമ്മൾ ഇതിനുള്ളത് പരിഹാരം ഉണ്ടാക്കുക. കെട്ടിയനുണ്ടെന്ന് നീ പറയുന്നുണ്ടല്ലോ, എന്ത് ചെയ്തു നിന്റെ കെട്ടിയതിന്? കുറെ മെഡിമിക്സ് ഞാനും ദുബായ് ജോലി ചെയ്തിട്ടുള്ള പ്രൊഫഷണലായിട്ട് അക്കൗണ്ടന്റാ. അവിടെ ഉള്ള ഗ്രാൻഡ് മാൻഡ് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇല്ലാത്ത സാമാനങ്ങള് കെട്ടിച്ചമച്ച് കോണ്ടാക്ട് അങ്ങോട്ട്. ഗൾഫിൽ നിന്ന് വിളിച്ച നമ്പർ ഒന്ന് കേൾക്കണോ നിങ്ങൾക്ക്? 85 90 53 35 85. ഇതാണ് ഗൾഫ് നമ്പർ. അപ്പം ഗൾഫിൽ ഓള് കാണാത്ത സാധനമൊക്കെ എൻ്റെ ഭർത്താവ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തയച്ചിക്കുമല്ലേ. ഓൾ അക്കൗണ്ടൻ്റ് ആയിട്ട് ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുണ്ടോലെ. ഓൾ എവിടെയോ വർക്ക് ചെയ്തോട്ടെ, ഓളെ അക്കൗണ്ടൻ്റ് ആയിട്ടായിരിക്കുമല്ലോ, റെഡ് സ്ട്രീറ്റിലായിരിക്കും അവൾ വർക്ക് ചെയ്തത്. അത് എന്ന് വെച്ച് അവിടെ കിട്ടാത്ത സാധനം മറ്റേ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതെന്ന് വിചാരിച്ചിട്ട് ഓക്കിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റുമോ? മോളെ, നീ റെഡ് സ്ട്രീറ്റിലാണ് വർക്ക് ചെയ്തത്, അല്ലാതെ സൂപ്പർ മാർക്കറ്റിലല്ല. നിനക്ക് നാണമില്ലല്ലോ, കുറച്ചൊരു മാനം ഉണ്ടോടി? കണ്ടവന്റെ കൂടെ ഒക്കെ നിരങ്ങി നടക്കുന്ന നീയൊക്കെ എന്തിനാടി ഇങ്ങനെ ജീവിക്കുന്നത്? പോയി ചത്തോളാം. ഞാൻ ചാവുമ്പോ നീ സ്റ്റാറ്റസ് വെക്കണേ, നല്ല ഫോട്ടോ വെച്ചിട്ട്. 10 പേരുടെ മുമ്പിൽ വരയ്ക്കാനുള്ള പഞ്ചായത്തില്ല, അവർക്ക് കൈ വരയ്ക്കും. ആടി, എനിക്ക് 10 പേരുടെ മുമ്പിൽ വരയ്ക്കുമ്പോൾ കൈ വരയ്ക്കൂ, അത് നീയാണോ തീരുമാനിക്കല് വരയ്ക്കൂലേ എന്നുള്ളത്? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, നീ ഇവിടെ വാ. പിന്നെ എന്ത് വരയ്ക്കണം എന്ത് വരയ്ക്കണ്ട, എനിക്ക് വരയ്ക്കൂലേ എന്നുള്ളത് നീ എന്നാത്തിനാ വെച്ചാ നോക്കുന്നത്? നീ എന്നോട് ഫോട്ടോ മേടിച്ചിട്ടില്ലാലോ. നീ ഫോട്ടോ മേടിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ പോരെ, നിനക്ക് ഫോട്ടോ ആവശ്യമില്ലാലോ. പിന്നെ നീ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട എന്താവശ്യമുള്ളത്? ഞാൻ എങ്ങനെയോ ജീവിച്ചു പൊക്കോട്ടെ, നിന്റെ ചെലവിലല്ലല്ലോ, നിന്റെ കെട്ടിയവന്റെ ചെലവിലല്ലല്ലോ, നിന്റെ തന്തയുടെ ചെലവിലല്ലല്ലോ. പിന്നെന്തുവാ പ്രശ്നം?
എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് അവർക്ക് കൊട്ടേഷൻ കൊടുക്കാനറിയാം. എനിക്കും അതേ ഒരു കൊട്ടേഷൻ കൊടുക്കാൻ. നിനക്ക് കൊട്ടേഷൻ നീ ഇങ്ങോട്ട് കേട്ട് വാങ്ങിയതല്ലേ? നീ തന്തക്ക് പറഞ്ഞോളാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. ഇതാ ഞാൻ റെക്കോർഡാണ്, പോസ്റ്റ് ചെയ്യും. നീ ഇവിടെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് വീഡിയോ ചെയ്തിട്ട് ജസ്നയുടെ വീടിന്റെ മുമ്പിൽ എത്തി എന്ന് പറഞ്ഞിട്ട് ബാക്കിയൊക്കെ നീ വീഡിയോ ആയിട്ട് ചെയ്യാൻ നിനക്ക് ഗഡ്സ് ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ വെല്ലുവിളിക്കാണ്. നീ നിനക്ക് അടിക്കാനുള്ള അവസരമല്ലേ അത് ഞാൻ തരാം. ഞാൻ പറഞ്ഞത് നീ ചെയ്യുമോ? എടി നീ ഞാനുള്ളപ്പം വരണടി. എന്നാ നീ പറയും പോലെ ഞാൻ ചെയ്യും. നീ പറയും പോലെ ഞാൻ ചെയ്യുന്നല്ല. എടി നിനക്ക് ഞാൻ 10 പവന്റെ മാല ഓഫർ ചെയ്യുന്നത് നീ അവിടെ ചെയ്യണം. ചെയ്യാൻ പറ്റുമോ? എടി നീ പറയുന്നത് ചെയ്യാൻ നിന്റെ കെട്ടിയോനല്ലടി ഡേഷിന്റെ മോളെ ഞാന്. നീ പറയും പോലെ നിന്റെ കെട്ടിയോന് അടുക്കളയിൽ പാത്രം മൂറിയിട്ടും അടിച്ചു വാരിയിട്ടും നിന്റെ ഷഡ്ജം അലക്കി തന്നിട്ടൊക്കെ ശീലം കാണും. അത് നിന്റെ കെട്ടിയോന്. ഇത് ജസ്ന സലീമാണെടാ. മജീദിനുണ്ടായ ഒരേ ഒരു പുത്രി എന്ന് പറയണ്ട, 3 പുത്രികളിലുണ്ട്. അതിലൊരു പുത്രനായിട്ട് തന്നെ കണക്കാക്കുന്ന ഒരേ ഒരു പുത്രനാടാ മജീദിനുണ്ടായതടി. അപ്പൊ നീ പറയും പോലെ കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് നിന്റെ കെട്ടിയോനോട് പോയി പറ, ജസ്നോട് പറഞ്ഞിട്ട് കാര്യമല്ല കേട്ടോടി ഡേഷിന്റെ മോളെ. എടി നിനക്ക് ഞാൻ 10 പവന്റെ മാല ഓഫർ ചെയ്യാണ്. എനിക്ക് 10 പവന്റെ മാലയൊന്നും വേണ്ട. നീ മര്യാദക്ക് ഞാൻ പറയുന്ന രീതിയിലുള്ള കൃഷ്ണനെ വരച്ച് കാണിക്കാനുള്ള കാണിച്ചു തന്നിട്ടില്ലേ? എന്ത് ചെയ്യൂ? അതുകൂടി ഒന്ന് കേക്കട്ടെ. നീ എന്ത് ചെയ്യും? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? സൗകര്യല്ല. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാ ചെയ്യടി. കാണിച്ചു തരാം. നീ എപ്പോഴാ വരിക അതൊന്ന് പറ. നാളെ എനിക്ക് കൂടൂല. എനിക്ക് കൊച്ചു മക്കളുള്ളതാ. പാല് കുടിച്ചിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങിയതേ ഉള്ളൂ. ഞാൻ പറയാൻ പാല് കുടിച്ചിട്ട് ഇപ്പൊ കിടന്നുറങ്ങിയതേ ഉള്ളൂ. കാരണം പാലിന്റെ കൂടെ മൂപ്പത്തി കഞ്ചാവ് കലക്കി കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് കൊച്ചു പെട്ടെന്ന് കിടന്നുറങ്ങിപ്പോയത്. അപ്പൊ അത് കാര്യം മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടന്നതുകൊണ്ടാണ് എൻ്റെ കൊച്ചുങ്ങൾക്ക് കഞ്ചാവ് കലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് തള്ളച്ചി പറഞ്ഞു. 1 വയസ്സുള്ള കൊച്ചിന് വരെ തള്ളച്ചി കഞ്ചാവ് കലക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അതേപോലെ എല്ലാ കുട്ടികളും കുടിക്കലുണ്ട് എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ അമ്മച്ചി വിളിച്ചത്. ബാലൻസ് ഉള്ളത് അമ്മച്ചി കുടിച്ചതാണെന്നുള്ള ഇപ്പം മനസ്സിലായല്ലോ, അമ്മച്ചിയുടെ സംസാരത്തിൽ മനസ്സിലായല്ലോ. 90 വയസ്സായ തള്ളേനെ അമ്മച്ചി എന്ന് അഭിസംബോധന ചെയ്യരുത് എന്ന് പ്രത്യേകിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 16കാരി എന്ന് തന്നെ പറയാം നമുക്ക്. അങ്ങനെ പറയല്ലേ. ഇത്രയും ഗഡ്സ് കാണിക്കുന്ന നീ നാളെയോ മറ്റന്നാളോ ആയിട്ട് വരണ്ടേ? അത് പറ്റത്തില്ല മോളെ. നീ വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് കാര്യമുണ്ടോ? നീ വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. ഉള്ളതാ സൈബർ സെല്ലില് ഉള്ളതാ. IPS നമ്മുടെ ഈ ശ്രീജിത്ത് എന്ന് പറയുന്നത് എന്റെ കൊച്ചച്ഛനാണ്. അപ്പൊ ഈ IPS ശ്രീജിത്ത് ഉണ്ടല്ലോ, ഇവളുടെ കൊച്ചച്ഛനാണോ അല്ലെ? പത്തനംതിട്ട ജില്ലയിലുള്ള IPS കാരനായ ശ്രീജിത്ത് എന്ന് പറയുന്ന ആളോടാണ് പറയാനുള്ളത്. ഇതേപോലുള്ള ഒരു മരുമകൾ ഉണ്ടെങ്കിൽ തന്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനാവട്ടോ. IPS കാരാ ശ്രീജിത്തെ, പോയി മോനെ നിന്റെ ജോലി എന്ന് കൂട്ടിക്കോ. എനിക്കത്ര പേടിക്കേണ്ട ആവശ്യമില്ല മോളെ. നിന്റെ കൊച്ചച്ഛൻ ശ്രീജിത്താണോന്നോ നിന്റെ കൊച്ചമ്മ ശ്രീജിതയാണോ എന്നൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കുന്നത്, നിനക്ക് ഞാൻ ലൊക്കേഷൻ പാസ് ചെയ്തു തരാം. നിനക്ക് ഇവിടെ വരാനും ഇവിടുന്ന് ഒരു വീഡിയോ എടുത്തിട്ട് എൻ്റെ മുമ്പിൽ നിന്നൊരു വീഡിയോ എടുത്ത് നിനക്കത് പോസ്റ്റ് ചെയ്യാനുള്ള ഗഡ്സ് ഉണ്ട്. നീ പറയുന്ന മോഡൽ കണ്ണനെ ലൈവായിട്ട് നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ വരച്ചു തരാം. ഇത് നിനക്കുള്ള വെല്ലുവിളിയാണ്. ഉറപ്പാണ്. പക്ഷേ നിനക്ക് പാല് കുടിക്കുന്ന കൊച്ചുണ്ട്. എടി പറയടി. നീ പിന്നെ വേറൊരു കാര്യം, മാത്രമല്ല ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ എന്തേലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ ആവശ്യമില്ലാത്ത വൃത്തികെട്ട ചീത്ത വിളിക്കാനും പാടില്ല. ഓ ആയിക്കോട്ടെ മോള്. ഈ ആവശ്യമില്ലാത്തവൾ എന്ന് പറയുന്നത് ആരടി? നിനക്ക് പ്രിയയാണോടി? ഞാൻ ഇനിയും തെറി വിളിക്കും, ഇനിയും വിളിക്കും. എന്താ ചെയ്യടി കേട്ടോ. IPS കാരന് ശ്രീജിത്തില്ലേ നിനക്ക്? അങ്ങ് പത്തനംതിട്ട ജില്ലയിലുള്ള ആ ശ്രീജിത്ത് ഡേഷ് മോനോട് വന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ പറയടി.
പറയുമ്പോലൊക്കെ ചേച്ചി കേട്ടോളാം. ഒരു കാര്യം ചെയ്യും, പാല് കുടിക്കുന്ന കൊച്ചുണ്ട്, പാല് കുടിക്കുന്ന ഭർത്താവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ലേറ്റ് ആക്കാൻ നിൽക്കരുത്. പാല് കുടിക്കുന്നോ കുടിക്കാതിരിക്കോ അത് നീ തിരക്കേണ്ട കാര്യമില്ല. ഈ ചേച്ചി ഇതെന്താ ചേട്ടന്റെ ഭർത്താവ് പാല് കുടിക്കുന്നോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അങ്ങ് കേറിപ്പോയി തോന്നുന്നു. എന്തുവാ ചേച്ചി ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അതൊക്കെ മോശല്ലേ ചേച്ചി? അയ്യോ, നീ പറഞ്ഞത് കൊണ്ട് പറഞ്ഞതാണ് മോളെ. അപ്പൊ എനിക്ക് പറയാനുള്ള ഇത്ര ഇപ്പൊ മൂത്തതിന് വന്നിട്ട് 5 വയസ്സും ഇളയതിന് വന്നിട്ട് 1 വയസ്സ് ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞതേ. നിന്റെ ഈ ഇളയ കൊച്ചു വലുതാകോളും കാത്തു നിൽക്കാനുള്ള സമയമൊന്നും എനിക്കില്ല. നീ കാത്തു നിൽക്കണ്ടല്ലേ? എന്നാ പിന്നെ നീ മറ്റന്നാൾ തന്നെ വാ, മറ്റന്നാൾ വാ. നാളെ വരാൻ പറഞ്ഞ ഉടനെ അങ്ങനെ വരാൻ പറ്റത്തില്ല. അത് പേടിച്ചിട്ട് നിന്റെ വലിയ മാത്രമേ ഉള്ളൂ. നിന്നെ പേടിക്കണ്ട. എന്റെ ഈ രോമത്തിൽ ഒന്ന് ഊഴാനുള്ളതേ ഉള്ളൂ. എടി നിന്റെ അവക്ക് എവിടേക്കോ രോമുണ്ടോലെ. സ്ത്രീകളായ രോമം കാണും, പല സ്ഥലങ്ങളിലും രോമം കാണും എന്ന് വെച്ച് ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് എനിക്ക് ഇവിടെ രോമുണ്ട് അവിടെ രോമുണ്ട് എന്നൊക്കെ പറയണ്ട എന്താവശ്യമാണ് സ്ത്രീയെ നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്കുള്ള രോമം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളങ്ങ് വടിച്ചാള് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് അവിടെ രോമുണ്ട് ഇവിടെ രോമുണ്ട് പറഞ്ഞ് മറ്റുള്ളവരെ പേടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ രോമം എന്ന് പറയുന്നത് ആർക്കും പേടിയുള്ള സംഭവമല്ല, എല്ലാവർക്കും ഇറിറ്റേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ രോമം എന്ന് പറയുന്നത്. രോമത്തിൽ ഊതാൻ വേണ്ടിയിട്ട് അത്രക്ക് കൾച്ചർ ഇല്ലാത്തതല്ലടി ഞാന്. അയ്യല്ല, നിന്റെ കൾച്ചറൊക്കെ നിന്റെ മോനെ കൊണ്ട് ഓരോന്നും ജയിപ്പിച്ചപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഞാൻ കണ്ടതാണല്ലോ. മക്കളുടെ മുന്നിൽ എടി കുട്ടികളെ പറയുമ്പോ വകുപ്പ് മാറുന്നത് നിനക്കങ്ങ് കാണട്ടോ. ഡി മൈരേ, നീ എന്നോട് സംസാരിച്ചാൽ നിന്റെ തള്ളയാടി തേവിടിച്ച് നിന്റെ തള്ള. ഞാനേ അതുവരെ സമാധാനത്തോടെ കൂടെ സംസാരിച്ച് പിള്ളേരെ പറഞ്ഞപ്പം ഓട്ടോമാറ്റിക്കായിട്ട് എന്തായാലും എനിക്ക് പ്രഷർ കയറും. നിങ്ങൾക്കറിയാമല്ലോ, പ്രേക്ഷകർക്ക് ഇത് പല ഇറിറ്റേഷനും ഉണ്ടാക്കും എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ എന്നോട് ക്ഷമിച്ചേ പറ്റുള്ളൂ. ഇതിനുള്ള മറുപടി കൊടുക്കാതിരുന്നാൽ ശരിയാവൂല, കൊടുത്തേ പറ്റുള്ളൂ. അവൾ എവിടം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഞാൻ മറുപടി കൊടുക്കാതിരുന്നത്. പക്ഷെ നിശബ്ദമായിട്ടൊന്ന് കൊടുക്കണമെന്ന് ഞാൻ കാര്യമായിട്ടൊന്ന് ആലോചിച്ചിട്ട് എടുത്ത് തീരുമാനിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് പലർക്കും ഇറിറ്റേഷൻ തോന്നുന്ന ഏതെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കുക. കാരണം മറുപടി കൊടുത്തിട്ടില്ലേ ശരിയാവൂലേ. കുട്ടികളെ പറഞ്ഞ് കളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞത് നീ എന്ത് ചെയ്തി? നിനക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. നീ ഒന്ന് പറയൂ. നിനക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. നിനക്ക് പറയാൻ പറ്റുന്നൊക്കെ പറ. കുട്ടികളെ കുറിച്ച് എന്തൊക്കെ പറയാനുള്ളത്? അവരെ മര്യാദയ്ക്ക് വളർത്തുക. അത് നീ നോക്കണ്ട. അല്ല, നീ ഇന്നിപ്പോ തെറി വിളിക്കൂന്ന് പറഞ്ഞല്ലടി, അത് പറ. തെറി വിളിക്കടി കുട്ടികളാ. വിളിക്കണോ? ആ വിളി. ഞാൻ വിളിച്ചില്ല ഡാഷിന്റെ മോനൊന്നും. അങ്ങനല്ല, ഈ ഡാഷിന്റെ മോൻ, ഈ ഡാഷ് എന്ത്, ഡാഷില് പലതും പറ്റും. എടി വണ്ടിക്ക് വരെ ഡാഷ്ബോർഡ് ഉണ്ട്. അപ്പൊ വണ്ടിയുടെ മോനെന്ന് വരെ വിളിക്കാൻ പറ്റും. അപ്പൊ നീ കറക്റ്റ് എന്താന്നുള്ളത് വിളിക്ക്. അത് സെലീമിനെയല്ലേ? ഇത് കുട്ടീനെ വിളിക്ക്. തള്ളേ, ഒരാളോട് മൈരിനുണ്ടായവൻ എന്ന് പറയുന്ന സമയത്ത് അത് ആ കുട്ടീനെയല്ല ബാധിക്കുക, തന്തേനെയാണ് ബാധിക്കുക. തന്തേനെ വിളിക്കുന്ന വർത്താനമാണ് മൈരിനുണ്ടായവൻ എന്ന് പറയാ. അപ്പം അത് കുട്ടീനെ ബാധിക്കുമല്ലോ. കുട്ടീനെ ഒരു തെറി വിളിക്കാനുള്ള ഗഡ്സ് ഇല്ലാത്ത നീ എന്തിനാടി ഈ വലിയ വടായി അടിച്ച് ഇവിടെ വന്ന് എൻ്റെ മോന്തക്കടിച്ച് പോകുന്നും പറഞ്ഞിട്ട് വിളിച്ചത്? ഒരു കുട്ടീനെ പോലും തെറി വിളിക്കാൻ നിനക്ക് ഗഡ്സ് ഇല്ല, പിന്നെയാണോ നീ എന്നെ തല്ലാൻ വരുന്നത്? നീ അത്രേ ഉള്ളൂടേ. വിളിക്കാൻ വായിൽ വരുന്നില്ലേ? ഈ പൂന്ന് പറയുന്നത് ഫ്ലവർ ആണ്. റോസ് ഉണ്ട്, പിന്നെ പല പല ചെമ്പരത്തി പൂവ് സഹിതമുണ്ട്. അതിലേത് പൂവാണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. നീ കറക്റ്റ് എന്താ തെറി എന്ന് വെച്ചാ നമ്മുടെ നാടൻ അത് നിന്റെ ഫസ്റ്റില് വിളിച്ചത് മുഴുവനോ പൂമോളെ മാറ്റേ മോളെ മറിച്ചേ മോളെ മൈരേ പൂറേ എന്നൊക്കെ വിളിച്ചിട്ട് ഇപ്പൊ ഒക്കെ ഒന്നും വിളിക്കാൻ അറിയില്ല പോലും. എന്തല്ലേ അവൾ അങ്ങനെ സംസ്കാരം പഠിച്ചിട്ടില്ല എന്നുള്ളത്. ഇത് പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയാണ്, ഫസ്റ്റിൽ ഇവൾ ഇങ്ങനെയൊക്കെ വിളിച്ചത് അത് അവൾക്കൊരു വിഷയമേ ഉള്ള കാര്യമല്ല. പക്ഷെ ഇപ്പൊ അവൾ കുടുംബത്തിൽ പറഞ്ഞോളായി മക്കളെ പറയാൻ പറഞ്ഞപ്പോൾ. കാരണം അവൾക്കറിയാം മക്കളെ പറഞ്ഞ വകുപ്പ് വേറെയാണെന്നുള്ളത്. ആ വകുപ്പ് ഇടിപ്പിക്കാനുള്ള വകുപ്പൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ലാസ്റ്റിലേക്ക് നമുക്ക് കേൾക്കാം.
സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി നീ അങ്ങനെ പഠിച്ചിട്ടില്ല എന്നുള്ളത്. ആ ഉം. ആ കഴിഞ്ഞോ? എന്നാ നീ കുറച്ച് ഇംഗ്ലീഷിലൊന്ന് സംസാരിച്ചു, ഒന്ന് കേക്കട്ടില്ല. എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല കൊച്ചേ, ഞാൻ 9ാം ക്ലാസ്സുകാരിയല്ലേ, പിന്നെ എങ്ങനെ എനിക്ക് ഇംഗ്ലീഷ് എന്റെ പിന്നെ അറിയാം? പറയുന്നുണ്ടല്ലോ ചില സമയത്ത് വീഡിയോക്കകത്ത്. അയ്യോ എനിക്ക് അറിയത്തില്ല കൊച്ചേ, അറിയാത്തോണ്ടാണ്. വേണേ ABCD പാടിത്തരാം. ABCDEFGHIJ. എടി മോളെ, ഞാൻ ജനിച്ചത് കേരളത്തിലാണെന്ന് നിന്നോട് ഒരിക്കൽ ഞാൻ പറഞ്ഞു. ഞാൻ പഠിച്ചിരിക്കുന്നത് മാതൃഭാഷയാണ്. എനിക്ക് ഈ മാതൃഭാഷയിൽ സംസാരിക്കുന്നതിനോടാണ് താല്പര്യം. ഈ ഇംഗ്ലീഷ് ഒരുപാട് ചവച്ചിറക്കി അരച്ചു കുടിച്ച് എനിക്ക് മലയാളം കുറച്ച് സംസാരിക്കാൻ അറിയൂ എന്ന് പറയുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്റർ അടി എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമല്ലേ ഈ ഇംഗ്ലീഷൊക്കെ ഈ കേരളത്തിൽ പൊട്ടിമുളച്ചിട്ടുള്ളൂ. അല്ലാതെ പണ്ട് അപ്പനപ്പൂപ്പന്മാർ തൊട്ടിട്ട് മലയാളം തന്നെയാണല്ലോ സംസാരിക്കുന്നത്. എന്തുകൊണ്ടടി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നത്? അത് നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അത് ആ ഒരു കാര്യം മാത്രം എടുത്ത് നോക്ക്. അവനവന്റെ ഭാഷ എന്ന് പറയുന്നതാണ് അവനവൻ ഏറ്റവും വലുത്, അല്ലാതെ മറ്റുള്ളവരുടെ ഭാഷയല്ല. പ്രധാനമന്ത്രി എന്തുകൊണ്ട് സ്വന്തം ഭാഷയെ സംസാരിക്കുന്നു? എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാതെ അവനവന്റെ നാട്ടിലുള്ള അവനവൻ ജനിച്ച് വളർന്ന ഭാഷയിൽ സംസാരിക്കുന്നു? അവിടെയാണ് നമ്മുടെ രാജ്യത്തിനോടല്ലേ, നമ്മുടെ ജനിച്ച് വളർന്ന സ്ഥലത്തോട് സമൂഹത്തോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഒരു നീതി എന്ന് പറയുന്നത്. ബാക്കിയോടും കേൾക്കാം നമുക്ക് അമ്മച്ചി പറയുന്നത്. If you talk to me in English, I don't know English, dear. Me in English. I don't know in English. Malayalam. I don't know English. ഏതോ CBSE സ്കൂളിലാ പഠിച്ചെന്നുള്ള ഒരു നിലവാരമായിട്ട് വന്നതാണ്. പക്ഷെങ്കിലേ എനിക്ക് കേട്ടിട്ട് തോന്നുന്നില്ല. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് CBSEയിലൊന്നും അല്ല പഠിച്ചത്. നമുക്ക് ബാക്കിയോട് കേട്ട് വെക്കാം. Only Malayalam. You dirty bitch. Country brutal. What are you thinking about? 5ാം ക്ലാസ് പഠിക്കുന്ന മോനുണ്ട് എന്ന് പറഞ്ഞേ, മോന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഡീറ്റെയിൽ ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മൂപ്പത്തി CBSE സിലബസ് പഠിച്ചിട്ടൊന്നുമല്ല. കാരണം എൻ്റെ ഉമ്മാന്റെ ഈറ്റെടുത്ത ആളാണ്, എൻ്റെ ഈറ്റെടുത്ത ആളാണ്. ആ കാലത്തൊന്നും CBSE സിലബസ് ഇല്ലേ, ഇപ്പോഴാണ് CBSE സിലബസ് ഇറങ്ങിയത്. അപ്പോൾ ഈ മൂപ്പത്തി CBSEയിൽ ഒന്നല്ല പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഒന്ന് ജാട കാണിക്കാൻ വേണ്ടിയിട്ട് 5ാം ക്ലാസ്സിലെ കൊച്ചിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളെ അടുത്തൊന്ന് പറഞ്ഞ് പേടിപ്പിച്ചു നോക്കിയതാ, അതും എന്നെ. നീ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടില്ലേ നിന്റെ താഴെ എന്തോ സാധനം ഉണ്ട്, അതാന്നാ കണ്ടത്. ഇംഗ്ലീഷിൽ ഒറ്റ ഗ്രാമർ തെറ്റില്ലെന്ന് പറയാനാണ് എനിക്ക്. ഒരു ഗ്ലാമറെങ്കിലും തെറ്റില്ലാതെ പറയേ. ഇംഗ്ലീഷിലെ ഗ്രാമർ അങ്ങനെയാണ് മര്യാദക്ക് ഇംഗ്ലീഷ് പറയാ. ഇന്തോ വുമൻസിനെ ഞാൻ എങ്ങനെയാന്ന് കണ്ടതെന്ന് നിന്നോട് ഞാൻ മലയാളത്തിൽ പറഞ്ഞല്ലോ. നീ നേരത്തെ എവിടെയോ ഒരു രോമുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ ഇങ്ങനെ RSSകാരെയും BJPക്കാരെയും കുറിച്ച് പറയുന്നുണ്ടല്ലോ. എടി, ഒരു കാര്യത്തിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരാളൊരു തെറ്റ് ചെയ്തെന്ന് വെച്ച് അത് ഒരു കൂട്ടം ഒരു കൂട്ടത്തെ ഒന്നായിട്ട് അടക്കി പറയാൻ പാടില്ല. നീ ആ വ്യക്തികളുടെ എടുത്തു വെച്ച് പറയണം. അല്ലാത്ത പക്ഷം ഞങ്ങളെപ്പോലെയുള്ള, അവനും ഒരു സംഖ്യ തന്നെയാണ്, ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് ആൾക്കാർക്ക് അത് നോവുന്നുണ്ട് എന്ന് അവൻ പറഞ്ഞ് എന്നെ ഇന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതേപോലെ ഈ സ്ത്രീ എന്നോട് ചോദിച്ചു ഹിന്ദു വുമൻസിനെ കുറിച്ച്, എന്ന് വെച്ചാൽ ഹിന്ദു സ്ത്രീകളെ കുറിച്ച് ഞാൻ എന്താണ് വിചാരിച്ചിരിക്കുന്നത്. ഇതേപോലുള്ള സ്ത്രീകളെ കുറിച്ച് വെറും തരം താഴ്ന്ന രീതിയിൽ മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ ഹിന്ദു മതത്തിൽ ഇഷ്ടം പോലെ നല്ല അടിപൊളി സ്ത്രീകളുണ്ട്. നല്ല സംസ്കാരത്തോടെ ജീവിക്കുന്ന, നല്ല സുഖകരമായിട്ട് ജീവിക്കുന്ന, ഭർത്താക്കന്മാരോടും ഫാമിലിയോടുകൂടി ജീവിക്കുന്ന നല്ല കുടുംബിനികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. ഈ സ്ത്രീയെ പോലെയുള്ള വേശ്യാവൃത്തി ചെയ്യുന്ന ആൾക്കാരല്ല അവർ നല്ല അന്തസ്സും അഭിമാനത്തോടെയും കൂടെ ജീവിക്കുന്ന ആൾക്കാർ. അങ്ങനത്തെ ഹിന്ദു മതസ്ഥരായിട്ടുള്ള സ്ത്രീകൾ ഒരുപാട് ആൾക്കാരുമായിട്ട് സുഹൃത്തുക്കളുണ്ട് എനിക്ക്. ഈ സ്ത്രീ ഇങ്ങനെ പേച്ചു പോയി എന്ന് വെച്ചാൽ എല്ലാ കൂട്ടായ്മയും കൂടി നമ്മൾ ഒരുമിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞാൻ എവിടെയോ രോമം ഉണ്ടെന്നോ, എന്റെ കയ്യിലെ രോമം എന്നടി പറഞ്ഞേ. In my hands hair. നീ ഉദ്ദേശിക്കുന്ന ഹാൻഡ്സ് അല്ല മോളെ,
അത് നിന്റെ കർണയായിട്ട് ഉപയോഗിക്കുന്നത്. കേട്ടാ, അത് നിന്റെ കടമയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് കയ്യ്, ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ഷീ ഈസ് മൈ ഹസ്ബൻഡ്. ഈ ഹാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂപ്പത്തി പറയുന്നത് കരുണേട്ടൻ അത് ആൻഡാണിത്, ഹാൻഡ്സ് അല്ല. അതുപോലും അറിയാത്തൊരു സ്ത്രീനോടാണ് നമ്മൾ ഇപ്പോഴും മറുപടി കൊടുത്തോണ്ടിരിക്കുന്നത്. ഇവളി ഭയങ്കര ഇംഗ്ലീഷുകാരത്തി എന്ന് പറഞ്ഞല്ല. ഹാൻഡ്സ് എന്ന് പറയുന്നത് ചുണ്ടിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഒരു സാധനമാണ്. ഇത് ആൻഡാണ് അല്ലേ? ഹാൻഡ് അല്ലേ? ആ, ഹാൻഡാണത്. അതുപോലും അറിയാത്തൊരു സ്ത്രീയാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ മോനോട് ചോദിച്ചതാ, ഹാൻഡ് തന്നെ അല്ലേന്ന് പറഞ്ഞ കേട്ടില്ലേ, ഹാൻഡ്സ് എന്ന്. അതാ അപ്പഴാ ഞാൻ ഹാൻഡ്സ് എന്ന് പറഞ്ഞ് കളിയാക്കിയത്. പറയുന്നതിന് പകരം ഷീ ഈസ് മൈ ഹസ്ബൻഡ്. അതെന്താടി നിന്റെ മോൻ പറഞ്ഞു തരാ? ഞാൻ കറക്റ്റ്. അയ്യോ, കൊച്ചിനത് അറിയില്ലായിരുന്നു, അതുകൊണ്ടാ. അയ്യോടാ, 9ാം ക്ലാസ്സിലും 10ലും ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് അറിയില്ലായിരുന്നു. അന്നാ പാസ്റ്റ് ടെൻസും പ്യൂറലും ഇതൊക്കെ പ്രസന്റ് ടെൻസ് ഒക്കെ പറയാൻ. എടി, ഞാൻ രാവിലെ ഒരു 9 മണി തൊട്ടിട്ട് വൈകുന്നേരം ഒരു 5 മണി വരെ ഫ്രീ. എനിക്ക് ഇത് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുമോ? സ്പോക്കൺ ഇംഗ്ലീഷ് എടുത്ത് തരുമോ? എനിക്ക് 1 ലക്ഷം രൂപ എങ്കിൽ ഞാൻ എടുത്തത്. മാസം ചേച്ചിക്ക് ആവശ്യം പൈസയാണ്. ചേച്ചിക്ക് 1 ലക്ഷം രൂപയാണ് ഇപ്പം ചേച്ചിക്ക് ആവശ്യം. അതിനാണ് എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ കൊല്ലൂന്ന് പറഞ്ഞിട്ട് വന്നത്. ഞാൻ ഈ 1 ലക്ഷം രൂപ കൊടുക്കൂന്ന് വിചാരിച്ചിട്ട്. എടി തള്ള, നിനക്ക് ഒരു വയസ്സുള്ള ഒരു കൊച്ചുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിനെ ഉക്കത്ത് വെച്ചിട്ട് വൈഷ്ണവ ജനതോ തേരേ ചലിയേ എന്ന് പറഞ്ഞിട്ട് ഓരോ വീട് കയറി ഇറങ്ങിയാൽ നിനക്ക് കിട്ടൂലടി. ദിവസം 10 രൂപ വെച്ചിട്ട് 10 വീട്ടിൽ നിന്ന് കിട്ടിയാൽ 100 രൂപ ആയില്ലടി. നിനക്ക് 1 ലക്ഷം രൂപ അങ്ങനെ സുഖമായിട്ട് ഉണ്ടാക്കിക്കൂടെ? എന്തിനാടി എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് നീ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നത്? എത്ര മോശമാണ് ശ്രീയെ ഇത്. നിനക്ക് പൈസയാണല്ലേ ആവശ്യം, കൊച്ചു കള്ളി. എനിക്ക് പൈസയൊന്നും ആവശ്യമില്ല. എനിക്ക് അന്തസ്സായിട്ട് നല്ല ജോലിയുണ്ട്. ഞാനൊരു അക്കൗണ്ടന്റ്. അതുകൊണ്ട് പൈസ വേണമെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരടി കള്ളത്തി. കള്ളത്തി നിന്റെ തള്ള. അതെയോ? ആണോ? കള്ളത്തി എന്റെ തള്ള എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ഉമ്മാന്റെ കൂടെ കക്കാൻ പോകുന്നത് ആരാ? ഇവളാണ്. അല്ലാതെ എൻ്റെ ഉമ്മ കള്ളത്തിയാണെന്ന് ഇത്രത്തോളം ഒരു തെളിവും ഇല്ലാണ്ട് ഇവക്ക് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാന്റെ കൂടെ ഇവള് പോയിട്ടുണ്ടാവൂലേ കക്കാന്? അപ്പൊ അങ്ങനെ മനസ്സിലായില്ലേ കള്ളന് കഞ്ഞി വെച്ചവൻ ആരാണെന്ന്? അത് ഇവള് തന്നെ. അപ്പൊ മനസ്സിലായല്ലോ കള്ളത്തി ആരാന്നുള്ളത്. എന്റെ ഉമ്മ കക്കാൻ പോയത് നീ കണ്ടീനും കൂട്ടിന് നീ ആയിരിക്കില്ലേ പോയത്? അല്ല, എന്റെ ഉമ്മയുടെ പ്രസവം വരെ നീയാണല്ലോ എടുത്തത്. അപ്പം ഇതും നീ തന്നെ ആയിരിക്കല്ലോ. ഞാനാടി എടുത്തത്. എന്താ എന്റെ പ്രസവോ? എടി എനിക്ക് സിസേറിയൻ ആയിരുന്നു മോളെ. ആണോടാ? അല്ല, എന്റെ പ്രസവം നീയാ എടുത്തതെന്ന് പറഞ്ഞപ്പോ അത് അല്ല എന്ന് എനിക്കറിയാം. കാരണം വേറെ ഡോക്ടറാണ് എടുത്തത്. സിസേറിയൻ എനിക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു. അപ്പൊ നീ അല്ല, നിന്റെ ശരീരത്തെ എത്ര ലേസാണ് കീട് നോക്കുന്നത് അതൊന്ന് പറഞ്ഞേ മോള്. ഞാൻ എണ്ണാൻ പോയില്ലടി അന്നപ്പോ എനിക്ക് ഈ ലെയർ എത്ര എണ്ണം ഉണ്ട്. ലേബർ റൂം കയറിയിട്ട് സിസേറിയൻ ചെയ്യാൻ കൊണ്ടുപോകുന്ന ഒരാള് ഡോക്ടറെ എനിക്ക് എത്ര ലെയർ കീറിയാലാണ് കുഞ്ഞിനെ കിട്ടുക എന്ന് ചോദിക്കാനുള്ളതാ മനസ്സാണോ, അല്ലെങ്കിൽ ആ തരിപ്പിക്കുന്ന സമയത്ത് മയക്കമാണോ തരിപ്പാണോ ഉണ്ടാകുക എന്ന് പോലും അറിയാത്തൊരു സ്ത്രീ പ്രസവം എടുക്കാൻ പോയിക്കോലും. ഈറ്റിച്ചി, വല്ലാത്തൊരു ഈറ്റിച്ചി തന്നെ. ഒരു ഇതായിട്ടുള്ള നോളജ് പോലും നിനക്കില്ലല്ലോ. അയ്യോടാ പാവം. സാധാരണ ഒന്നുമില്ലേലും. അല്ല, നീ എന്തിനാ ഈ മിക്കവാറും കൈ മുറിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ചോര മാത്രം ഇങ്ങനെ ഒലിപ്പിച്ച് കാണിക്കുന്നത്? മുറിക്കുവാണെങ്കിൽ ഇടത്തെ കൈ വീഞ്ഞ് നോക്കിയിട്ട് അങ്ങോട്ട് മുറിക്കടി. നീ കൈ മുറിച്ചാ പിന്നെ ചോര അല്ലാണ്ടെന്നാ വരികയെന്ന് പറഞ്ഞു തരുവോ? അവന്റെ മൂത്രമാ വരുന്നത്. ആര് മൂത്രോ? നിന്റെ മൂത്രമാടാ വരുന്നത്. ഞാൻ ആരാന്നറിയോ? നീ അവളുടെ മോനല്ലേ? അടിപൊളി കേട്ടോ ഗൈസ്. അതെന്തിനാണ് ഞങ്ങൾ പറയിപ്പിച്ചതെന്ന് വെച്ചാല് വണ്ടി പോകുന്നുണ്ട്, വണ്ടി ഒന്ന് പോയിക്കോട്ടെ. അപ്പൊ കുറച്ചു നേരം ഞാൻ നിൽക്കട്ടെ, ഒരുപാട് നേരമായി ഇരിക്കുന്നേ.
അപ്പം ഞാൻ അതെന്തുകൊണ്ടാണ് മോൻ അത് പറയിപ്പിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ കൈ മുറിച്ച ബ്ലഡ് അല്ലാതെ ചോര അല്ലാതെ വേറെ എന്താ വരിക എന്ന് ചോദിച്ചപ്പം ആ സ്ത്രീ പറഞ്ഞൊരു ഡയലോഗ് എന്താ വെച്ചാൽ മൂത്രമാണ് വരിക എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്, ഞാൻ ആരാണ് എന്ന് മനസ്സിലായോ അല്ലെങ്കിൽ ഞാൻ ഏതാണ് എന്നുള്ളത് മനസ്സിലായോ എന്ന് മോൻ ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഇതൊരു കംപ്ലൈൻറ്റ്, റിട്ടേൺ കംപ്ലൈൻ്റ് ആയിട്ട് ചൈൽഡിൽ കൊടുക്കണമെങ്കിൽ എന്ന് വെച്ചാൽ JJ ആക്ട് പ്രകാരം നമുക്ക് ഈ ചൈൽഡിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താക്കണം, കുട്ടിയുടെ പേരോ കുട്ടിയുടെ വയസ്സോ കുട്ടിയുടെ എന്തെങ്കിലും ഒരു ഡീറ്റെയിലോ പരാമർശിക്കണം. എന്നാൽ മാത്രമേ JJ ആക്ട് പ്രകാരം നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം കുടുങ്ങിയിരിക്കുന്നത് പ്രിയയൊക്കെ അങ്ങനെയാണ്, പ്രിയക്കൊക്കെ കിട്ടാനുള്ള പണിയും അങ്ങനെയാണ്. കാരണം കുട്ടിയുടെ പേരോ കുട്ടിയുടെ വയസ്സോ കുട്ടിയുടെ ക്ലാസ്സോ ഇവരാരും മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ അവർ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്ന സലീമിൻ്റെ മക്കൾ എന്നുള്ള രീതിയിൽ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ മെൻഷൻ JJ ആക്ട് പ്രകാരം കേസെടുക്കാൻ പറ്റുമെന്ന് കോടതി ഇപ്പോൾ ഉത്തരവിട്ട് ഇന്നിക്ക് ആ ഉത്തരവ് എൻ്റെ കയ്യിൽ കിട്ടാൻ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രിയനോടൊക്കെ മോളെ ഒന്ന് വെയിറ്റ് ആൻഡ് സീ, നീ മോങ്ങാൻ പോകുന്നേ ഉള്ളൂ, മോങ്ങാൻ ഇരിക്കുന്നേ ഉള്ളൂ എന്ന് നിന്നോട് ഞാൻ പറയാൻ കാരണം, നീ ഒരു കാര്യം ഓർത്തോ, നീ കരഞ്ഞത് കരച്ചിലല്ല പ്രിയേ, നീ ഇനിയാണ് കരയാൻ പോകുന്നത്. JJ ആക്ട് പ്രകാരം കുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്താൻ ശ്രമിച്ചാൽ എന്താണ് അതിൻ്റെ വകുപ്പ് എന്ന് വെച്ചാൽ വാറണ്ട് തന്നെയാണ്, അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതും വെയിലല്ലേ, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അത് അറസ്റ്റിലാവുക. അപ്പം നിൻ്റെ ബൈജു അങ്ങ് വരും, നിന്നെ ജാമ്യത്തിൽ എടുക്കാനേ എന്ന് വിചാരിച്ച് നീ നിൽക്കുക. അല്ല പ്രിയ മോളെ, എനിക്ക് നിന്നോടൊരു കാര്യം, നിനക്ക് വേണ്ടിയിട്ട് സംസാരിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഈ ജസ്ന എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, സലീം എന്ന് പറയുന്ന ഒരു വ്യക്തിനെ നിങ്ങളാരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ജസ്ന സലീം എന്ന് കൊടുത്തിട്ടുണ്ട്. നീ എന്തുകൊണ്ട് പ്രിയ ഒഫീഷ്യൽ എന്ന് കൊടുത്ത് എന്താ പ്രിയ ബൈജു എന്ന് കൊടുക്കാത്തത്? ബൈജുവിന് അത്രമേൽ നിനക്ക് അറുപ്പുവാണോടി കൊച്ചേ? അങ്ങനെയാണെങ്കിൽ ആ പയ്യനെ ഒഴിവാക്കി വേറെ ഏതെങ്കിലും ഒരു പയ്യനെ കെട്ടിയിട്ട് ഒരു കൊച്ചിനെയൊക്കെ ഉണ്ടാക്കി അങ്ങ് സുഖമായിട്ട് ജീവിച്ചൂടെ കുഞ്ഞേ? അതല്ലേ ഏറ്റവും നല്ലത്. അപ്പം ഈ തള്ളച്ചിക്ക് ഒരു മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും വീഡിയോ ലോങ് ലെങ്ത് ആക്കുന്നില്ല. അപ്പം മറുപടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തോ, അത് നെഗറ്റീവും പോസിറ്റീവും ആയിക്കോട്ടെ, അത് നിങ്ങൾ ഇവിടെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായം പറയാം. ഇനി വിളിച്ച് ഇതേപോലെ തെറി വിളിക്കേണ്ട ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ. എൻ്റെ നമ്പർ 8848918005 കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.